ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 21. 14 ലോകങ്ങളിലും ഭഗവാൻ എങ്ങനെ വ്യാപിച്ചിരിക്കുന്നു, എങ്ങനെ ഭഗവാനെ ഉപാസിക്കുന്നു എന്നാണ് പറഞ്ഞു വന്നത്. ആകെ 7 ദ്വീപുകളായിട്ടാണ് ഉള്ളത്. അതിൽ ഒരു ദ്വീപായിട്ടുള്ള ജംബൂ ദ്വീപിലാണ് 9 ഭൂഖണ്ഡങ്ങളുള്ളത്. അവിടെ ഭഗവാനെ ഭക്തന്മാർ ഏത് രൂപത്തിലാണ് ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള 6 ദ്വീപിൻ്റെ കാര്യവും പറഞ്ഞു. ഇനി ഭൂമിക്ക് മുകളിലുള്ള നഭോമണ്ഡലത്തെയും ഭൂമിക്ക് താഴെയുള്ള അധോലോകങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. നഭോമണ്ഡലം അല്ലെങ്കിൽ ആകാശം, അവിടെ ഭഗവാൻ ധാരാളം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ശിംശുമാര വപുസ്സായിട്ടാണ്. ഇതിനെ നക്രം അല്ലെങ്കിൽ മുതലയുടെ രൂപമെന്ന് പറയും, സർപ്പത്തിൻ്റെ രൂപമെന്ന് പറയും, മത്സ്യത്തിൻ്റെ രൂപമെന്നും പറയും. എന്തായാലും ഒരു നീണ്ടു കിടക്കുന്ന ഒരു രൂപത്തിലാണ് അവിടെ ഭഗവാനെ ആരാധിക്കുന്നത്. ആരാന്ന് വെച്ചാൽ മഹർഷിമാർ, മഹാത്മാക്കൾ ആകുന്നു. ശ്ലോകം നോക്കാം. സർവൈർധ്രുവാദിഭിരുഡുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. അർത്ഥം നോക്കാം. സിന്ധുശായിൻ അല്ലയോ പാൽക്കടലിൽ പാലാഴിയിൽ ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ഭഗവാനെ, പുച്ഛാദികേഷു അവയവേഷു ധ്രുവാദിഭി, ധ്രുവൻ തുടങ്ങിയിട്ടുള്ള നക്ഷത്രങ്ങൾ എല്ലാം അവിടത്തെ പുച്ഛം എന്ന് പറഞ്ഞ വാലാണ്. വാല് തുടങ്ങിയിട്ടുള്ള അവയവേഷു, ഓരോ അവയവങ്ങളിലും അഭികൽപ്യമാനായി സങ്കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സർവൈ ഉടുപ്രകരൈ, എല്ലാ നക്ഷത്രങ്ങളാലും നക്ഷത്ര സമൂഹങ്ങളാലും മാത്രമല്ല ഗ്രഹൈച്ച, ഗ്രഹങ്ങളാലും അവിടെ ഓരോ ദിക്കിലും ഭഗവാൻ ശോഭിക്കപ്പെടുന്നു. ശിംശുമാരവപുഷ, മുതലയുടെ അല്ലെങ്കിൽ പാമ്പിൻ്റെ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ എല്ലാം ഏകദേശം ഒരേ രൂപമാണല്ലോ. അങ്ങനെയുള്ള ആ ശരീരത്തോടു കൂടിയവനായിട്ടാണ് അവിടെ ഈ മുകളിലുള്ള നഭോമണ്ഡലത്തിൽ ഭഗവാൻ പ്രശോഭിക്കുന്നത്. ആ ഭഗവാനെ സന്ധ്യാസു, 3 സന്ധ്യകളിലും മഹതാം, മഹാത്മാക്കൾ ഉപാസ്യ, അവിടത്തെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. ത്വം മമ നരകം രുന്ധി, അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ വേദനകളെയും നരകതുല്യമായ ഈ വിഷമങ്ങളെയും ഒക്കെ ഒന്ന് അവസാനിപ്പിച്ച് തരണേ. നക്ഷത്ര ഗ്രഹങ്ങൾ ഒക്കെ ആയിട്ടുള്ള ആ രൂപത്തിൽ പ്രകാശം പരത്തിക്കൊണ്ട് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ സങ്കല്പിച്ച് സന്ധ്യകളിൽ ഋഷിമാരും മഹാത്മാക്കളും ധ്യാനിക്കുന്നു. സർവൈർ ധ്രുവാദിഭിർ ഉടുപ്രകരൈർ, ഉഡു എന്ന് പറഞ്ഞാൽ നക്ഷത്രം, ധ്രുവ നക്ഷത്രം തുടങ്ങിയിട്ടുള്ള സർവ നക്ഷത്രങ്ങളാലും നക്ഷത്ര സമൂഹങ്ങളാലും, അതാണ് ഉടുപ്രകരൈർ. ഗ്രഹൈശ്ച, മറ്റുള്ള 9 ഗ്രഹങ്ങളാലും, പുച്ഛാദികേഷു അവയവേഷു, വാല് തുടങ്ങിയിട്ടുള്ള സകല അവയവങ്ങളും ആയിട്ട് കൽപ്യമാനായി, അറിവുള്ളവരാൽ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള ത്വം, അവിടുന്ന് ശിംശുമാരവപുഷ, ശിംശുമാരത്തിൻ്റെ വലിയൊരു മത്സ്യത്തിൻ്റെ തന്നെ എടുക്കാം, അങ്ങനെയുള്ള ശരീരത്തോടുകൂടി മഹതാം ഉപാസ്യ, മഹാത്മാക്കളാൽ ഉപാസിക്കപ്പെടുന്നു. സന്ധ്യാസു, സന്ധ്യാവേളകളിൽ, രുന്ധി നരകം മമ, എൻ്റെ സകല നരകതുല്യമായ വേദനകളെയും രുന്ധി, നിരോധിക്കണേ, ഇല്ലാതാക്കണേ. സിന്ധുശായിൻ, അല്ലയോ പാൽക്കടലിൽ പള്ളികൊള്ളുന്ന പത്മനാഭ, അവിടെ നിന്നെ രക്ഷിക്കണേ. 12ാമത്തെ ശ്ലോകം ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ഇവിടെ അധോലോകത്തിൽ ഭഗവാൻ എങ്ങനെയാണ് എന്നാണ്. പാതാളത്തിൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ 1000 ശിരസ്സുള്ള
ശേഷനാഗമായിട്ട്, അനന്തമൂർത്തിയായിട്ട് അല്ലെങ്കിൽ സംഘർഷണമൂർത്തിയായിട്ടാണ്. നീലവസ്ത്രം, കുണ്ടലം, ഹലം ആയുധമായിട്ട് നാഗകന്യകമാരാൽ സേവിക്കപ്പെട്ട് അങ്ങനെയാണ് ഈ പാതാള ലോകത്തിൽ ഭഗവാനെ പൂജിക്കപ്പെടുന്നത്. ശ്ലോകം: പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജിസഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. അർത്ഥം: പാതാളമൂലഭുവി, പാതാളത്തിൻ്റെ മൂലഭാഗത്ത് അടിത്തട്ടിൽ, ലോല ഏകകുണ്ടല വിരാജി, ഇങ്ങനെ ഇളകിക്കളിക്കുന്ന ഒരു കുണ്ടലത്തോടുകൂടി ശോഭിക്കുന്നവനും, സഹസ്രശീർഷം 1000 ശിരസുകൾ 1000 തലയുള്ളവനും ആയ, നീലാംബരം ധൃതഹലം, നീലവസ്ത്രം ധരിച്ചവനും, ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ, ധൃതഹലം കലപ്പ ആയുധമാക്കിയവനും, ഭുജഗ അങ്കനാഭി ജുഷ്ടം, ജുഷ്ടം എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ട, ഭുജഗ സ്ത്രീകളാൽ, സർപ്പസുന്ദരിമാരാൽ, നാഗകന്യകമാരാൽ ചുറ്റും നിന്ന് സ്തുതിക്കപ്പെടുന്നവനും, ശേഷതനും ആദിശേഷൻ്റെ രൂപമുള്ളവനും ആയ അല്ലെങ്കിൽ അനന്തമൂർത്തിയായിട്ടുള്ള അങ്ങയെ, ഭവന്തം ഭഗവാനെ അങ്ങയെ, ഭജേ ഞാനിതാ ഭജിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഹേ ഗുരുഗേഹനാഥ, ഗുരുവായൂരപ്പ, ഗദാൻഹര, എൻ്റെ സകല രോഗങ്ങളെയും അവിടെ നല്ലേ ഉള്ളൂ മാറ്റിത്തരാൻ. ഈ ശ്ലോകത്തിനെ കുറച്ച് പ്രതീകാത്മകമായിട്ടുള്ളതാണ് എന്നും പറയും. അനന്തതയിലുള്ള, അനന്തതയായി നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ. നാഗം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ കുണ്ടലിനി ശക്തിയാണ്. അതും ഒരു നാഗത്തിൻ്റെ രൂപത്തിലാണല്ലോ പറയുന്നത്. മുകളിലേക്ക് കുറേ ലോകം അങ്ങനെയൊക്കെയല്ലേ. അതുപോലെ തന്നെ ആകാശത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും എവിടെ അനന്തതയുണ്ടോ അതിനെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ നീല നിറം. അതുപോലെ അനന്തൻ്റെ സഹസ്ര ശിരസ്സുകളിൽ സഹസ്രമൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ അധികം പ്രപഞ്ചങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നാണ്. ചില ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ഭഗവാൻ ഇങ്ങനെ വിഷ്ണുവായിട്ട് ശേഷനാഗത്തിൻ്റെ മേലെ കിടക്കുന്നു, ഭഗവാന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കുമിള പോലെ പോകണം. അതൊക്കെ ഓരോ പ്രപഞ്ചം, അവിടുത്തെ ഓരോ രോമകൂപത്തിൽ നിന്നും പ്രപഞ്ചങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നശിക്കുന്നു. അങ്ങനെ അതിലേതോ ഒരു പ്രപഞ്ചത്തിൻ്റെ, ഏതോ ഒരു ഭൂമിയുടെ ഏതോ ഒരു മൂലക്കിൽ നമ്മൾ ഇരിക്കുകയും ചെയ്യുന്നു എന്നാണ്. ആ അനന്തതയെ സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം. പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോകൈകകുണ്ടലവിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. നമുക്ക് ഈ ദശകത്തിൽ പറഞ്ഞ ഉപാസ്യമൂർത്തി ആരാണ്, ഉപാസകന്മാരാരാണെന്ന് ഒന്ന് ഓടിച്ചു പറയാം. 9 ഭൂഖണ്ഡങ്ങൾ. ഒന്നാമത് ഇതെല്ലാം ജംബൂദ്വീപിൻ്റെ 9 ഭാഗങ്ങളാണ്. ഇലാവൃതത്തിലെ സംഘർഷണനാണ് ഉപാസ്യമൂർത്തി. ശ്രീപരമേശ്വരൻ പാർവതീദേവിയോടുകൂടി അർദ്ധനാരീശ്വരനായിട്ടാണ് ഭജിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഭദ്രാശ്വം, അവിടെ ഹയഗ്രീവമൂർത്തിയെ ഭദ്രശ്രവസ്സുകൾ എന്ന ഋഷിമാരാണ് ഉപാസിക്കുന്നത്. പിന്നെ ഹരിവർഷം, അവിടെ നരസിംഹമൂർത്തിയെ ഭക്തപ്രഹ്ലാദനും മറ്റും ആണ് പൂജിക്കുന്നത്. പിന്നെ കേതുമാലം, അവിടെ പ്രദ്യുമ്നനെ ശ്രീഭഗവതി അല്ലെങ്കിൽ കാമദേവനെ രതീദേവി ഉപാസിക്കുന്നു. പിന്നെ രമ്യകം, അവിടെ മത്സ്യമൂർത്തിയെ വൈവസ്വതമനു, ഹിരൺമയത്തിൽ കൂർമാവതാരത്തെ അര്യമാവ് എന്ന പിതൃദേവത, ഉത്തരകുരുവിൽ വരാഹമൂർത്തിയെ ഭൂമിദേവി, കിംപുരുഷവർഷത്തിൽ ശ്രീരാമചന്ദ്രനെ ഹനുമാൻ, ഭാരതവർഷത്തിൽ നരനാരായണന്മാരെ നാരദൻ തുടങ്ങിയിട്ടുള്ള ഭക്തശ്രേഷ്ഠന്മാരും ആണ് ധ്യാനിക്കുന്നത്, ഉപാസിക്കുന്നത്, ഭജിക്കുന്നത്. പിന്നെ കൂടാതെ ജംബൂദ്വീപ് കൂടാതെ ബാക്കിയുള്ള 6 ദ്വീപുകളിൽ പ്ലാക്ഷദ്വീപിൽ ആദിത്യരൂപത്തിൽ, കുശദ്വീപിൽ അഗ്നിയായും, ശാഖത്തിൽ വായുരൂപം, ശാൽമലത്തിൽ ചന്ദ്രൻ,
ക്രൗഞ്ചത്തിൽ ജലം, ജലരൂപം, പുഷ്കരത്തിൽ പരബ്രഹ്മം, ഇങ്ങനെയാണ്. കൂടാതെ നഭസ്ഥലത്ത് ശിംശുമാര രൂപത്തിലും അധോലോകത്തൊക്കെ സംഘർഷണമൂർത്തിയായും ഭഗവാനെ എല്ലാവരും ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് സർവപ്രപഞ്ചങ്ങളിലും സർവദിക്കിലും ഈശ്വരൻ വസിക്കുന്നു എന്ന് തന്നെ അർത്ഥം. ആ ദിവ്യ ചൈതന്യം തന്നെ ഗുരുവും വായുവും ആയി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗുരുവായൂരിൽ എന്നതുപോലെ തന്നെ വായുഗേഹമായിട്ടുള്ള എൻ്റെ ശരീരത്തിലും എൻ്റെ ഹൃദയത്തിലും അവിടുന്ന് തെളിഞ്ഞു നിൽക്കുന്നു. എൻ്റെ എല്ലാ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും അവിടുന്ന് രോഗങ്ങളെയും ഒക്കെ മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറഞ്ഞാണ് ഈ